സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യരായ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി അവൻ ദൈവം തന്നെ മനുഷ്യനായി വന്നുകൊണ്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത, കാരണം മനുഷ്യരെല്ലാം ഒരുപോലെ പാപത്തിലായിരുന്നു, അശുദ്ധിയിലായിരുന്നു. മനുഷ്യർക്ക് തങ്ങളെ തന്നെ വീണ്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനായി വരേണ്ടി വന്നു. പരിശുദ്ധനായി പാപമില്ലാത്തവനായി അവൻ 33 വർഷം ഈ ഭൂമിയിൽ നമ്മെ പോലെ. എബ്രായലേഖനം 5 നാം വായിക്കുന്നത് പോലെ 4-ാമത്തെ അധ്യായം എബ്രായലേഖനം 4 പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായി നാം കടന്നു പോകുന്ന ഓരോ വഴിയിലൂടെ അവൻ കടന്നുപോയി. ജോബ് തമ്പുരാനോട് വാദിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നല്ലോ, ദൈവമേ, നിനക്കും എനിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനില്ലല്ലോ. നീ ദൈവമാണ്, ഞാൻ വെറും മനുഷ്യനാണ്. എൻ്റെ കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? ഞാൻ എത്ര വാദിച്ചാലും നിനക്കത് മനസ്സിലാകില്ല. നീ എന്തെല്ലാം എന്നോട് പറഞ്ഞാലും എനിക്കും അത് മനസ്സിലാകില്ല. കാരണം നീ ദൈവമാണ്, ഞാൻ വെറും മനുഷ്യനാണ്. നമ്മളെ ഇരുവരെയും തമ്മിൽ ഒന്ന് അനുരഞ്ജനപ്പെടുത്താൻ ഒരു മധ്യസ്ഥൻ നമുക്കിടയിൽ ഇല്ലല്ലോ. ഇന്ന് ജോബിന്റെ 9-ാമത്തെ അധ്യായം 34 ഒരു വചനമുണ്ട്. നിലവിളിക്കുന്ന ജോബിന്റെ അവസ്ഥയിൽ മനസ്സിലാക്കണം, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ, നമ്മുടെ കർത്താവും രക്ഷകരുമായ ഈശോ മിശിഹ, വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ഏറ്റുപറയുന്ന മനുഷ്യനായി നിത്യാവിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകിച്ചും നമ്മൾ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏക ദൈവം, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഈ നവംബർ മാസം നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് അടുത്ത ഈ ഞായറാഴ്ച നമ്മൾ ക്രിസ്തുരാജന്റെ തിരുനാള് ഓർക്കുകയാണ്. വാനമേഘങ്ങളിൽ അവൻ ക്രിസ്തു രാജാതിരാജനായി വിധിയാളനായി വീണ്ടും വരുന്നതിന് ആ വലിയ സത്യം നമ്മളെ തിരുസഭ ഓർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് പറയുമ്പോൾ, അവന്റെ 2ാമത്തെ വരവെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടെയില്ല, മരിച്ചവരാണെങ്കിലും നമ്മൾ വിശുദ്ധിയിൽ ഈ ഭൂമിയിൽ അവനോടുകൂടെ തിരുസഭയിൽ അവൻ സ്ഥാപിച്ച സഭയിൽ വിശ്വാസത്തോടെ അവന്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നാം അവന്റെ വരവെങ്കിൽ അവനെ പോലെ അവന്റെ രൂപം തന്നെ നമുക്ക് നൽകിക്കൊണ്ട് നിത്യതയിലേക്ക് പിതാവിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുവാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലെ, ഇന്ന്
ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥന അറ്റ്ലാന്റയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ സാലിപയശി ബുധനാഴ്ച ദിവസം നമ്മുടെ സങ്കീർത്തനം 130 ഞാൻ ഓർപ്പിക്കാറുള്ള നമ്മുടെ മരിച്ചവർക്കുള്ള ഒപ്പീസിൽ എപ്പോഴും ഓർക്കുന്ന അഗാധങ്ങളിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുക സങ്കീർത്തനം 130. അതൊരു ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ, മരിച്ചുപോയ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി സഭയിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 130. നമ്മളുടെ മരിച്ചവരോടുള്ള സ്നേഹത്തില് സഭ നമ്മളിലോട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം 130. അഗാധത്തിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്ന ദൈവമേ, എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട് പ്രകാശത്തിൽ ആയിരിക്കാൻ സാധിക്കാതെ കഴിയുന്ന ആ ഒരു ആത്മാവിൻ്റെ നിലവിളിയാണ്. ദൈവത്തിൽ നിന്നും ദൂരെയാണ്. നമ്മൾ ലൂക്ക 16 നമ്മളത് കാണുന്നുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും സംഭവത്തിൽ ഈ അബ്രാഹത്തിന്റെ മടിയിൽ സ്വർഗീയമായ ആനന്ദത്തിൽ പാവപ്പെട്ടവനായ ലാസർ ഇരിക്കുന്നു. എന്നാൽ നരകതുല്യമായ പീഡയിൽ വളരെ ദൂരെ ആയിട്ട് ഈ ധനവാൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മളോട് വായിക്കുന്നു. കാണാം, നരകത്തിലേക്ക് പോയാൽ പിന്നെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്രാഹത്തെ കാണാനും പറ്റില്ല, ഇസ്ഹാക്കിനെ യാക്കോബിനെയൊന്നും കാണാൻ പറ്റില്ല. നരകത്തിൽ കിടന്നു വേർതിരിക്കപ്പെട്ട അവസ്ഥയാണ്. എന്നാൽ ഈ ലൂക്ക 16 ഈ തീ നരകത്തിൽ നരകതുല്യമായ അല്ലെങ്കിൽ തനത് വിധിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ ധനവാനായ മനുഷ്യന് ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെയും കാണാൻ പറ്റും. അത് പ്രത്യാശയുടെ, അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റുന്ന പ്രത്യാശയുടെ ഒരു സ്ഥലം, ഒരു പീഡന സ്ഥലം, ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്കും ഇടയിൽ അവരുടെ നിലവിളിയാണ് ദൈവസന്നിധിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക്. കർത്താവെ, അഗാധത്തിൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. നമുക്കറിയാം, ഇരുട്ടിലല്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടാണെങ്കിലും നേരം വെളുത്താൽ മതി എന്നുള്ള നമ്മുടെ പ്രഭാതമായാൽ പിന്നെ നമുക്ക് വളരെ പ്രത്യാശ, പ്രകാശമുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ക്രിസ്തുവാണ് വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം. അല്ലെങ്കിൽ നിത്യമായി നമ്മളെ വെളിപാടിൽ വായിക്കുന്നുണ്ട്, അവിടെ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല, അവിടെ ക്രിസ്തുവാണ്. കുഞ്ഞാടായിരിക്കും അവിടെ ദീപം, കുഞ്ഞാടായിരിക്കും അവർക്ക് പ്രകാശം. അപ്പൊ ക്രിസ്തുവിൽ നിന്നും അകറ്റപ്പെട്ടിടത്ത് അന്ധകാരമാണ്. അതുകൊണ്ടാണ് വെളിച്ചത്തിനു വേണ്ടി, പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പുതിയ ഇസ്രായേൽ ദൈവജനം യേശുവിൽ ക്രിസ്തുവിലൂടെ ദൈവജനമായി മാറിയവർ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അല്ല, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഈശോ കരുണയുടെ ഈ ഡിവൈൻ മേഴ്സി, എൻ്റെ കരുണാ സമുദ്രത്തിലേക്ക് സകല അവിശ്വാസികളെയും സകല ആത്മാക്കളെയും ഒക്കെ സമർപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ, നമുക്കറിയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന് 1030 1031 ഖണ്ഡികയിലെ വളരെ പ്രത്യാശയോടെ ഈ ആത്മാക്കൾക്ക് വേണ്ടി, കാരണം ഫാത്തിമയിലെ മാതാവ് ആവശ്യപ്പെട്ടതാണ്, എല്ലാ ആത്മാവായിട്ട് മാറിയവരാണ്. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ദൈവത്തിന്റെ സഹായവും കരുണയില്ലാതെ അവർക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അപ്പൊ തിരുസഭ നമ്മളുടെ യേശുവിന്റെ ശരീരമാണല്ലോ ഇന്നും. അതാണ് നമ്മളൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല, സഭ എന്ന് പറയുന്നത് യേശുവിന്റെ, വി ആർ ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാണ് സഭ. യേശുക്രിസ്തു മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മളുടെ ജീവിതം. കാരണം നമ്മൾ ഓരോരുത്തരിലും വിശ്വാസിയിലും യേശുവിന്റെ ആത്മാവുള്ളത് കൊണ്ട് യേശുവിന്റെ ശരീരമാണ് നമ്മളുടെ ശരീരം.
ആ ഒരു വിശ്വാസവും ബോധ്യവും ഉറപ്പും കാഴ്ചപ്പാടും നമുക്ക് വേണം. പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടേതല്ല. 1 കൊരിന്തോസ് 6-ാമത്തെ അധ്യായത്തൊക്കെ ചിന്തിച്ച പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളിത് അവൻ്റേതാണ്. അല്ലെങ്കിൽ അവൻ്റെ സഭ, വിശ്വാസ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന അനേകർ ഒരുമിച്ച് കൂടിയ ശരീരമായ സഭ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ എന്നിൽ ജീവിക്കുന്നു, നിങ്ങളിൽ ജീവിക്കുന്നു, ഓരോ വിശ്വാസിയിലും ജീവിക്കുകയാണ്. നമ്മളിൽ ഇന്ന് യേശു ജീവിക്കുന്നു. അവന്റെ ജീവിതം തുടരുകയാണ് തിരുസഭയിലൂടെ ഭൂമിയിൽ. അനേക വിശുദ്ധരെ, രക്തസാക്ഷികളൊക്കെ ഈ ഭൂമിയിൽ നമുക്കറിയാം. ആദ്യമകാലത്തൊക്കെ ഇപ്പോഴും എത്രയോ വിശുദ്ധരാണ്. കാരണം കർത്താവിന്റെ സാന്നിധ്യമാണ് അവരിൽ. ഒരു വിശ്വാസിയിൽ അങ്ങനെ ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വചനവും നമ്മൾ ഓർപ്പിക്കുന്ന, ആകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. പഴയ നിയമത്തിൽ തന്നെ ലേവ്യർ 11 ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളോട് ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പരിശുദ്ധിയിലൂടെയാണ്. കാരണം അശുദ്ധിയിൽ ദൈവത്തിനായിരിക്കാൻ പറ്റില്ല. മനുഷ്യരായ നമുക്ക് വേണമെങ്കിൽ, ഇന്നലെ ചിന്തിച്ചു, വേണമെങ്കിൽ പാപത്തിൽ ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധി ജീവിക്കാം. നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ദൈവത്തിന് അത് സാധ്യമല്ല. അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് ഏകനാണ്, അവിടുന്ന് പരിശുദ്ധൻ 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 പരിശുദ്ധൻ. അവിടുന്ന് പരിശുദ്ധി മാത്രമാണ്. അതിനാണ് ദൈവത്തിന് നമ്മോടൊപ്പം ആയിരിക്കാൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ മനസ്സാന്തരപ്പെടുക, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരിക. ദൈവത്തിന് നമ്മളുടെ രക്ഷ, നമ്മളെ സ്വന്തമാക്കാൻ, നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കാൻ, നമ്മളുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ വിശുദ്ധിയിലായിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. സർവശക്തനും കർത്താവുമായ എന്ന് പറയുന്ന ആ ദൈവം, അത് അനന്തമായ പ്രകാശത്തിലും വിശുദ്ധിയിലുമാണ് ദൈവം. പാപത്തിൽ വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പാപികളെ തേടി വരികയാണ്. എന്തിനാ? വിശുദ്ധിയിലേക്ക് ചേർക്കാനായിട്ട്, തന്നോടൊപ്പം ആയിരിക്കാനായിട്ട്. അശുദ്ധിയിലായിരിക്കുന്ന പാപികളെ വിളിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരിക, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ പ്രഘോഷണം. അതാണ് മർക്കോസ് 1:15 മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന വിശ്വാസികളായ നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ ദൈവം തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചുകൊണ്ട്, നമുക്ക് നഷ്ടമുള്ള പാപം പോലും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് നമ്മളിലുള്ള ദൈവത്തിന്റെ ചൈതന്യം സാത്താനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാപത്തിന്റെ സ്വാധീനം, ആദ്യ മാതാപിതാക്കളുടെ ഒറിജിനൽ സിൻ, ജന്മപാപം, അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനാണ് 8 ദിവസം പ്രായമുള്ളപ്പോൾ മാത്രം എത്രയും വേഗം നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സഭയിലേക്ക്, ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കുകയാണ് നമ്മളെ മാമോദീസായിലൂടെ. 8 ദിവസം, പണ്ട് യഹൂദരുടെ സമ്പ്രദായം അങ്ങനെയായിരുന്നു. 8 ദിവസം പ്രായമായ ദൈവം കൊടുത്തൊരു കൽപ്പനയാണ് മോശയ്ക്ക്. 8 ദിവസം പ്രായമായ ഒരു യഹൂദ കുഞ്ഞിനെ പരിച്ഛേദനം നടത്തിയിട്ട് യഹൂദനാക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞു, ഈ പരിച്ഛേദനം എന്ന് പറയുമ്പോൾ രക്തം ചിന്തലാണ്. അഗ്രചർമ്മം മുറിക്കുമ്പോൾ രക്തം ഒഴുകുന്നത്, അത് പഴയ നിയമത്തില്, ലേവ്യരിലെ നിയമാവൃത്തിലൊക്കെ പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപപരിഹാരമില്ല. അപ്പൊ അതുകൊണ്ടൊരു യഹൂദൻ രക്തം ചിന്തി പരിച്ഛേദനം നിർവഹിച്ച് രക്തം ചിന്തി പാപപരിഹാരമായി ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക്, യഹോവയായ ദൈവത്തിന്റെ അവരുടെ ദൈവമക്കളായ യഹൂദര ആയി തീരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നെങ്കിൽ. 8 ദിവസം പ്രായമായപ്പോൾ യേശു കാൽവരിയിൽ നമുക്കായി ശരീരം മുഴുവനും കീറി മുറിച്ചുകൊണ്ട് രക്തം ചിന്തിയതുകൊണ്ട് ഇനിയും പരിച്ഛേദനം ആവശ്യമില്ല. ഇനിയും നാം രക്തം ചിന്തേണ്ട ആവശ്യമില്ല. അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയതുകൊണ്ട് അവന്റെ പരിശുദ്ധമായ രക്തം, 1 യോഹന്നാൻ 1:7 നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ രക്തം, ചിന്തപ്പെട്ട രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങൾ നമ്മളെ മോചിപ്പിക്കുന്നു.
നാം തിരുസഭയിൽ ഒന്നിച്ചു കൂടുമ്പോൾ, ദേവാലയത്തിൽ ബലിവേദിക്ക് ചുറ്റും ഒന്നിച്ചു കൂടുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്കാർ കുടുംബം ഒന്നിച്ചു കൂടുമ്പോൾ, അവിടെ എബ്രായർ 12 പറഞ്ഞ വലിയ ത്രിത്വിക ദൈവ സാന്നിധ്യം, ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് എന്ന്. മാത്രമല്ല അതിൻ്റെ ഒടുവിൽ എബ്രായർ 12:22 വായിക്കുമ്പോൾ അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വന്നിരിക്കുന്നത് തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ്. തളിക്കപ്പെട്ട രക്തം, കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി സഹിച്ച സഹനം, രക്തം ചിന്തിയ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്ത സകല പാപത്തിനും പരിഹാരമായി. പലപ്പോഴും ചിന്തിച്ചു, പാപത്തിന്റെ ആസ്വാദ്യതയുണ്ട്, എല്ലാ പാപത്തിലും ആസ്വാദ്യതയുണ്ട്. പാപസുഖം എന്ന് പറയുന്നത് അതാണ്. സാത്താൻ മനുഷ്യരെ കൊണ്ട് ആ പാപസുഖത്തിലൂടെയാണ് ആകർഷണം കൊടുത്തുകൊണ്ട് പാപം ജയിച്ചിട്ട് മനുഷ്യനറിയാതെ സാത്താന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പാപസുഖങ്ങൾക്ക് പരിഹാരമായി യേശു ശരീരത്തിൽ അതികഠോരമായ വേദന അനുഭവിക്കുകയാണ്. പരിഹാരമായി യെശയ്യാ 50:53 നമ്മൾ വായിക്കുന്നത് പറയും, അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യൻ്റേതായിരുന്നില്ല അവൻ്റെ രൂപം, അത്രമാത്രം അവൻ വികൃതമാക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിൽ മുറിവേക്കാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അതികഠോരമായ വേദന നമ്മളുടെ പാപസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മൾ പോയി അനുഭവിച്ച പാപസുഖങ്ങൾക്ക് പരിഹാരമായി ദൈവവചനം പാലിച്ചുകൊണ്ട് വചനം തന്നെ മാംസമെടുത്തുകൊണ്ട് വന്ന് ആ മാംസമായ ശരീരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ നമുക്ക് മനുഷ്യവർഗം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്തു. അതെന്തുകൊണ്ടാണ് മനുഷ്യനായി പിറന്നു? നമ്മളെ ചിന്തിച്ചത്, അവൻ മനുഷ്യനായി പിറന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അവൻ മനുഷ്യരൂപത്തിലാണ് വാനമേഘങ്ങൾ എഴുന്നള്ളി വരാൻ പോകുന്നത്. ആ സർവശക്തനായ ദൈവം വിധിയാളനായി വരുന്നത് യേശുവിനെയാണ് വിധിയാളനായി ഭൂമിയിലേക്ക് അയച്ചത്. കാരണം അവനാണ് രക്ഷകനായി, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാര ബലിയായി അവനാണ് ഭൂമിയിൽ വന്നുകൊണ്ട് മനുഷ്യർക്ക് കാണപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ വസിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യന് അവസാനം തൻ്റെ ജീവിതം തന്നെ അതികഠോരമായ വേദന സഹിച്ചുകൊണ്ട് ഒരു ബലിയായി ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ തന്നെ അർപ്പിച്ചു. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് അവൻ വിധിയാളനായി വരുമ്പോൾ അവന്റെ മനുഷ്യരൂപത്തിലാണ് വരിക. പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവം മനുഷ്യനാകുന്ന മറ്റുള്ള മതങ്ങളിലൊക്കെ ഉള്ള പലർക്കും പരാതി ഇതാണ്, അങ്ങനെ ദൈവം മനുഷ്യനാകുന്നത് എങ്ങനെയാണ്? നമ്മളതറിയണം. ദൈവം മനുഷ്യരൂപത്തിൽ എടുത്തത്, കാരണം നമ്മൾ ഈ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പഴയ യേശുവിന്റെ മനുഷ്യാവതാരത്തിനൊക്കെ മുമ്പ്, ആ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ കണ്ട ഒരു ദർശനത്തില്, എസെക്കിയേൽ 1 തുടങ്ങുന്ന ഇങ്ങനെയാണ്. അതിന്റെ 26 വരുമ്പോൾ അവിടെ ഒരു സിംഹാസനം കണ്ടു. ഒരു സിംഹാസനത്തിന് രൂപം കൊണ്ടായിരുന്നു. എസെക്കിയേൽ 1:24 പറയാണ്, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മനുഷ്യന്റേതുപോലെയുള്ള ഒരു രൂപം. ദൈവം മനുഷ്യനായി വന്നു എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലായി എസെക്കിയേൽ കാണുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന മനുഷ്യന്റേതുപോലുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു. അവന്റെ അരക്കെട്ട്, മനുഷ്യരൂപത്തിലുള്ള അരക്കെട്ടൊക്കെ ഉള്ളത്, അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞതുപോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. ആമേൻ. മനുഷ്യനായി ഭൂമിയിൽ വരുന്നതിനൊക്കെ വളരെ മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എസെക്കിയേൽ കണ്ടതും യെശയ്യാ കണ്ടതും ഒക്കെ ഇതാണ്. മനുഷ്യരൂപത്തില് ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെയാണ് കണ്ടത്. അതെ, അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദൈവം തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും മനുഷ്യനായി ഭൂമിയിൽ വന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചുയർത്തു വീണ്ടും സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തെ കയറി. ഇത് പിതാവിന്റെ വലത്തുഭാഗത്തെ മനുഷ്യ രൂപത്തിൽ ഇരിക്കുന്നവൻ. വെളിപാട് 5 കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറഞ്ഞ കൊല്ലപ്പെട്ട ഇവൻ, ആ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ കുഞ്ഞാട് ദൈവസന്നിധിയിൽ ഇന്നും ശരീരം മുഴുവനും മുറിവേറ്റവനായി ഇന്നും ഇപ്പോൾ ഈ നിമിഷവും ഇരിക്കുകയാണ്. ഇവിടെ അറിയണം, ദൈവം മനുഷ്യനായി വന്നവനാണ്. ഇന്നും വാനമേഘങ്ങളിൽ വീണ്ടും വരുമ്പോൾ അന്ന് അനേകം മനുഷ്യര് ഇത് വിശ്വസിക്കുന്നില്ല. എന്നാൽ വിധിനാളിൽ, അന്ത്യനാളിൽ കാഹളത്തിന് മുഴങ്ങുമ്പോൾ അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ താബോർ മലയിൽ അവർ കണ്ട മനുഷ്യരൂപത്തില്
എന്നാൽ അവന്റെ കയ്യിലും കാലിലും വിലാപ്പുറത്തും മുറിവുകളുമായിട്ടായിരിക്കും. കാരണം ഇവനാണ് ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്ന മനുഷ്യനായ ദൈവവും മനുഷ്യനുമായ ദൈവപുത്രൻ. വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ സകല ഗോത്രങ്ങളും വിലപിക്കും. എന്തുകൊണ്ട് ഞങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല? കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ, കുരിശിന്റെ അടയാളത്തോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നവൻ. അവനെ കാണുമ്പോൾ അനേകർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയും. നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഇത് കർത്താവിന്റെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ തിരുസഭയിലൂടെ അനുദിനം നമുക്ക് നൽകുമ്പോൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ വായന, പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച കർത്താവിന്റെ ആ പ്രത്യക്ഷതയുടെ അല്ലെങ്കിൽ രണ്ടാമത്തെ വരവിന്റെ ഓർമ്മ, രാജാതിരാജന വരുന്നതിന്റെ ഓർമ്മ എന്നാണ് നമുക്കറിയില്ല. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇന്നോ നാളെയോ നമുക്കറിയില്ല ഈ സഭയുടെ ഓരോ കാലഘട്ടങ്ങളും. കാരണം ഞാൻ വീണ്ടും ഓർപ്പിച്ചു, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭയിലൂടെ നമ്മളുടെ സഹനങ്ങളും യേശുവിന്റെ സഹനം തന്നെയാണ്. വിശ്വാസിയ വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ സഹനങ്ങള് യേശുവിന്റെ സഹനം ഇന്നും തുടരുകയാണ്. സഭയിലൂടെ ഇന്നും ആത്മാക്കളെ നേടിക്കൊണ്ട് എന്നിലൂടെയും നിങ്ങളിലൂടെയും നാം ഓരോരുത്തരുടെയും വിശുദ്ധ കൊച്ചർസ്യാപ്പുണ്ണിത് പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ഞാൻ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വാരി ഭൂമിയിലേക്ക് എറിയും. ഈ ഭൂമിയിലെ മനുഷ്യരെ, കാരണം സഭ ഈ ഭൂമിയിലെ ക്രിസ്തുവിന്റെ ശരീരമായ ക്രിസ്തു ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ സ്വർഗത്തിലാണെങ്കിൽ എൻ്റെ ചിന്ത മുഴുവൻ ഇവിടെയായിരിക്കും, ഈ ഭൂമിയിൽ. കാരണം വിശുദ്ധ കുർബാനയിൽ അവരിവിടെ വാഴുന്നുണ്ട്. അവൻ ഈ ഭൂമിയിൽ അനേകരുടെ ഉള്ളിൽ ആത്മാവായി വാഴുന്നുള്ളതുകൊണ്ട് അവൻ സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വാരി അവന്റെ മേൽ വിതറും. ഈ ഭൂമിയിലെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മേൽ. നമ്മളിത് അറിയണം, പറയുള്ളൂ. അവൻ ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്ന് ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. അതെ, ഇന്ന് സങ്കീർത്തനം 150 ആഗോള സഭയിലെ പ്രതിവേദന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. എല്ലാ ആരാധനയ്ക്ക് യോഗ്യൻ. വെളിപാട് 5 കാണുന്നത് ആ കുഞ്ഞാടിന്റെ മുമ്പിൽ സകല ദൂതന്മാരും സ്വർഗത്തിലുള്ള വിശുദ്ധരും ഒക്കെയും ആരാധിച്ചുകൊണ്ട് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്ന ആ വലിയ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. സ്വർഗീയ ദർശനം ഇന്ന് 1-ാമത്തെ വായന വെളിപാട് 5 നിന്നുമാണ്. യോഹന്നാൻ കണ്ട ദർശനം എന്നിൽ തുടരുകയാണ്. നമ്മൾ 1, 2, 3, ഇന്ന് 4-ാമത്തെ വെളിപാട് 4 ഇങ്ങനെയാണ്. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാം സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഒരുവൻ, ഒരു മനുഷ്യൻ ഇരിക്കുന്നു. സിംഹാസനത്തിൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും, പക്ഷെ അവനെ കണ്ടാൽ തീജ്വാല പോലെയാണ് ഇപ്പോൾ. കാരണം അവൻ പരമപരിശുദ്ധനാണ്. അവൻ ഈ ഭൂമിയിൽ വന്ന് അവന്റെ പരിശുദ്ധി നിലനിർത്തി. ഈ ഭൂമിയിലായിരുന്നപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചപ്പോഴും മനുഷ്യർ കടന്നുപോയ സകല സഹനങ്ങളിലൂടെ എബ്രായർ 5 പറയുന്നത് പോലെ നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്. ഒരു പാപവും ചെയ്തില്ല. അവൻ നമുക്ക് വേണ്ടി പാവമില്ലാത്ത കുഞ്ഞാടായി, ഊനമില്ലാത്ത കുഞ്ഞാടായി വിശുദ്ധിയിൽ അവൻ നിലകൊണ്ടു. ഭൂമിയിൽ അവൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. അവൻ ഇന്നും അവന്റെ മുമ്പിൽ പരിശുദ്ധിയുടെ വലിയ ആത്മീയതയാണ് ഇന്നും എഴുന്നള്ളിയിരിക്കുന്നത്. അതെ, ആ ശ്രേഷ്ഠന്മാർ, സ്വർഗത്തിലെ ശ്രേഷ്ഠന്മാർ അവന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, വെളിപാട് 5-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരും 9, 10, 8-ാമത്തെ വചനം. ഈ അനേക വിശുദ്ധരും ജീവികളെയൊക്കെ അവിടെ കാണുന്നുണ്ട്. 6 ചിറകുകൾ വീതം മാലാഖമാരെ ഒക്കെ കാണുന്നുണ്ട്. അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ഇത് ഞാൻ എസെക്കിയേലും കണ്ടത്. മഹത്വവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിനും
മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. യോഹന്നാൻ പറഞ്ഞ പോലെ എല്ലാം അവൻ മൂലമുണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എല്ലാം അവനെ എല്ലാം അവന് വേണ്ടി ഉണ്ടായി. ഹെബ്രായർ 5 ഇങ്ങനെയാണ്. ഹെബ്രായർ 5 ആ ദൈവിക ദർശനം കണ്ടുകൊണ്ട്, വെളിപാട് 5 നമ്മൾ വീണ്ടും വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൂതഗണങ്ങളുടെ വലിയ സ്തുതിപ്പാണ് നമ്മൾ വീണ്ടും കാണുക. അവിടെ ഇങ്ങനെയാണ്: വിശുദ്ധരും ഓരോരുത്തരും അവരുടെ ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന പരിമള ദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവരൊരു നവ്യഗാനം ആലപിച്ച് പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇതാണ് പൗലോസ് പറഞ്ഞത്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ നിങ്ങളുടേതല്ല. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ശരീരത്തിലുള്ള ജീവിതമുണ്ട്, അത് ദൈവം അംഗീകരിക്കുന്നു. പക്ഷേ വിശുദ്ധി ദൈവവചനം അനുസരിച്ചുകൊണ്ട്, കാരണം നിത്യതയിൽ നമ്മൾ ആയിരിക്കേണ്ടവരാണ്. നമ്മുടെ ചിന്ത അതായിരിക്കട്ടെ. ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ ഞാൻ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു: കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് അടിയിലുമുള്ള സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിപദിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവ സാന്നിധ്യം. അവിടെ മനുഷ്യനായി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ എല്ലാ മഹത്വവും കൊടുക്കുകയാണ്. കാരണം അവനാണ് ജീവൻ കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയത്. ഇന്നും ഭൂമിയിൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെയും കൂദാശിയായി തിരുസഭയാകുന്ന ഈ ശരീരത്തിൽ വസിക്കുന്ന ഈശോ, അവനെ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോൾ അവനിൽ പൗലോസ് പറഞ്ഞ പോലെ ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മളത് അറിയണം. ഞാൻ പറഞ്ഞ് വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. അതേസമയം തന്നെ വചനം പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ, നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിങ്ങനെ കുടുംബജീവിതമൊക്കെ നയിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ ഇല്ല. നമ്മൾ കൂദാശയാണ് സ്വീകരിച്ചത്. നമ്മൾ വിവാഹം എന്ന കൂദാശയാണ് സ്വീകരിച്ചത്. നമ്മുടെ ഉള്ളിൽ ഭാര്യയുടെയും ഭർത്താവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ വസിക്കുന്ന ഒരവസ്ഥയാണ് കൂദാശ. മനസ്സിലാക്കണം. സാത്താൻ ഇതൊക്കെ നുണയൊക്കെ പറയാവോ, അത് മാർപ്പാപ്പായ്ക്ക് മാത്രമുള്ള പരിശുദ്ധാത്മ, നമുക്കൊന്നും ഇല്ല. ഓരോ വിശ്വാസിയും ഏതവസ്ഥയിലും ജീവിക്കുന്നവരുടെ ഉള്ളിൽ വിശുദ്ധി ജീവിക്കുന്നവരുടെ എല്ലാം ഉള്ളിൽ പരിശുദ്ധാത്മ. എത്രയോ കുടുംബജീവിതം എന്ന് വെച്ചാൽ എത്രയോ ഭാര്യയും ഭർത്താവുമാണ് വിശുദ്ധരുടെ ഗണത്തിലെന്നുള്ളത് നമ്മളത് അറിയണം. ഈ ലോകം സാത്താനും പറഞ്ഞ നുണയൊന്നും കേൾക്കുക. നമ്മുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് അല്ലേ, അപ്പനും അമ്മയും മക്കളും വിശുദ്ധരായവരല്ലേ. ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വിളിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതെ, നമുക്ക് അവനിൽ വിശ്വസിക്കാം. അവൻ നമ്മളെ ഇന്ന് സംഖ്യ 130 നമ്മളുടെ പ്രിയപ്പെട്ട ഈ നവംബർ മാസത്തിലൊക്കെ മരിച്ചുപോയ നമ്മളെല്ലാം പ്രിയപ്പെട്ട അനേകം കൂട്ടായ്മയിലൊക്കെ അനേക കുടുംബങ്ങളിൽ നമ്മൾ അറിയുന്ന അനേകരുടെ വീട്ടിൽ പേരൻസും അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു. ഇന്ന് ശരിക്കും ഓർക്കുകയാണ്, ഇന്ന് ലീലുവിൻ്റെ അമ്മച്ചിയുടെ 10ാമത്തെ വാർഷികമാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയതിൻ്റെ.
ഓർത്ത് പ്രാർത്ഥിക്കണം, നന്ദി പറയാം. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയ ദൈവമക്കളെ സംഗീത 130 സാലി ഓർപ്പിച്ചതുപോലെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വിശുദ്ധരും നമ്മുടെ കുടുംബങ്ങളിൽ ഈ മാസം എപ്പോഴാണെങ്കിലും മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും യേശുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെ നമ്മുടെ സഹനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ. കാരണം യേശു ക്രിസ്തു അത് നേടിക്കഴിഞ്ഞതാണ്. നമ്മൾ അവനോട് ചേർന്ന് സമർപ്പിക്കുന്ന സകല സഹനങ്ങളും കാഴ്ചകളും. അതെ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശും എടുത്തുകൊണ്ട് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ. ഇന്ന് നമ്മളുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ തുടർച്ചയാണ്. അവൻ്റെ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക്, തിരുസഭയെ നയിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക്, തിരുവോസ്തി രൂപന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.